ജൂൺ 13 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: പാതുവായിലെ വിശുദ്ധ അന്തോണി, വിശുദ്ധ ദാംനാഥ്, വിശുദ്ധ ഫാൻഡിലാസ്, വിശുദ്ധ ഫെലിക്കുള, വിശുദ്ധ ഫെർത്തുനാത്തൂസ്, വിശുദ്ധ ലൂസിയൻ, വിശുദ്ധ പെരേഗ്രിനൂസ്. പാതുവായിലെ വിശുദ്ധ ആന്റണി 1195 1231 കാലഘട്ടത്തിലാണ് പാതുവായിലെ വിശുദ്ധ ആന്റണി ജീവിച്ചിരുന്നത്. പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ 1195 ആന്റണി ജനിച്ചു. ജ്ഞാനസ്നാന നാമം ഫെർഡിനൻഡ് എന്നായിരുന്നു. രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന പിതാവ് മകനെ ഒരു രാജകുമാരനെ പോലെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. 15 വയസ്സുള്ളപ്പോൾ അഗസ്റ്റീനിയൻ സന്യാസികളുടെ മന്ദിരത്തിൽ ആന്റണി ഏതാനും വർഷങ്ങൾ താമസിച്ചു പഠിച്ചു. 17-ാമത്തെ വയസ്സിൽ കൊയിംബ്രയിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസിച്ച് പഠനം നടത്തി. അവിടെ താമസിക്കുമ്പോൾ ആഫ്രിക്കയിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയിരുന്ന 5 ഫ്രാൻസിസ്കൻ സന്യാസികളെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അവർ ആഫ്രിക്കയിലെത്തി സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ ഉടനെ വധിക്കപ്പെടുകയും ശരീരം കൊയിംബ്രയിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തു. ഈ സംഭവം ധീരരായ ആ ഫ്രാൻസിസ്കൻ സന്യാസിമാരെ അനുകരിക്കുവാൻ ആന്റണിക്ക് ഉത്തേജനം നൽകി. 25-ാമത്തെ വയസ്സിൽ ആന്റണി ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി ആഫ്രിക്കയിലേക്ക് തന്നെ പുറപ്പെട്ടു. നീഗ്രോ ജാതിക്കാർ ആന്റണിയെ തൊട്ടില്ല. സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ ആന്റണി ഒരു കപ്പൽ കയറി. എന്നാൽ കൊടുങ്കാറ്റ് നിമിത്തം കപ്പൽ ഇറ്റലിയിലാണ് എത്തിച്ചേർന്നത്. 9 മാസം ആന്റണി മോന്തെപവോള ആശ്രമത്തിൽ താമസിച്ചു. ഭക്ഷണം പാകം ചെയ്യുക, വിറക് വെട്ടുക, മുറി അടിക്കുക മുതലായ എളിയ ജോലികൾ ചെയ്താണ് അദ്ദേഹം അവിടെ താമസിച്ചത്. ഫുർലയിൽ നടന്ന ഒരു പുരോഹിത അഭിഷേക ചടങ്ങിൽ വെച്ചാണ് ആന്റണിയുടെ പ്രസംഗ ചാതുര്യം പ്രകടമായത്. 26-കാരനായ ആന്റണിയോട് ആ ചടങ്ങിൽ പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. പ്രസ്തുത ആകസ്മിക പ്രസംഗത്തിന്റെ മഹാത്മ്യത്തെപ്പറ്റി ഗ്രഹിക്കാനിടയായ ഫ്രാൻസിസ് അസീസി ഇറ്റലി മുഴുവൻ പ്രസംഗിക്കാൻ ആന്റണിയെ നിയോഗിച്ചു. ഫാദർ ആന്റണി തെരുവീതികളിലും കടൽത്തീരത്തു നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. വമ്പിച്ച ജനാവലി ഏറെ ശ്രദ്ധയോടെയാണ് ആന്റണിയുടെ പ്രസംഗം ശ്രവിച്ചിരുന്നത്. ഒരു ദിവസം ശ്രോതാക്കളെ ആരെയും കാണാതായപ്പോൾ കടലിലേക്ക് തിരിഞ്ഞ് ഫാദർ ആന്റണി പ്രസംഗിച്ചു. മത്സ്യങ്ങൾ പ്രസംഗം കേൾക്കാൻ നിരയായി നിന്നു. ജലപ്രളയത്തിൽ സമസ്ത ജീവജാലങ്ങളും നശിച്ചപ്പോൾ മത്സ്യങ്ങളെ സംരക്ഷിച്ചതും ചില മത്സ്യങ്ങൾ ദൈവ തിരുമനസ് നിറവേറ്റുവാൻ പങ്കുവഹിച്ചിട്ടുള്ളതും അദ്ദേഹം പ്രസംഗത്തിൽ അനുസ്മരിച്ചു. ഒരിക്കൽ ആന്റണി പ്രസംഗിക്കാൻ തയ്യാറാക്കിയ കുറിപ്പുകൾ ആരോ എടുത്തുകൊണ്ടു പോയതിനാൽ അദ്ദേഹം പരിഭ്രാന്തനായി. കുറിച്ച മോഷ്ടാവിന്റെ നേർക്ക് ഒരാൾ വാളൂരി പിടിച്ചു കൊണ്ടുവരുന്നത് കണ്ട് ഭയപ്പെട്ട് അയാൾ ആ കുറിപ്പ് തിരികെ കൊടുത്തു. അതിനാൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടാൻ ഭക്തജനങ്ങൾ വിശുദ്ധ ആന്റണിയോട് പ്രാർത്ഥിക്കുന്നു. ഫാദർ ആന്റണി ഫ്രാൻസിലായിരിക്കുമ്പോൾ ബോൺവില എന്ന ഒരു യഹൂദൻ അദ്ദേഹത്തോട് പറഞ്ഞു, തിരുവോസ്തി വെറും അപ്പകഷ്ണമാണ്, ദൈവമൊന്നുമല്ല. തുടർന്ന് അദ്ദേഹം ആന്റണിയെ വെല്ലുവിളിച്ചു, ഞാൻ എൻ്റെ കഴുതയെ ചന്തസ്ഥലത്ത് കെട്ടിയിടാം, 3 ദിവസം അതിന് തീറ്റ കൊടുക്കുകയില്ല, അനന്തരം അതിന് കുറെ ഓട്സ് വെച്ച് നീട്ടാം, താങ്കൾ തിരുവോസ്തി കാണിച്ച് കൊള്ളുക. കഴുത ആ ഭക്ഷണ സാധനം ഉപേക്ഷിച്ച് തിരുവോസ്തിയെ വണങ്ങുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഫാദർ ആന്റണി ഈ വെല്ലുവിളി സ്വീകരിച്ച് തിരുവോസ്തി പ്രദക്ഷിണമായി കൊണ്ടുവന്നു. യഹൂദൻ ഓട്സ് വെച്ച് നീട്ടി. കഴുത ഓട്സിലേക്ക് നോക്കാതെ തല താഴ്ത്തിപ്പിടിച്ച് തിരുവോസ്തിയെ വണങ്ങി. ഒരിക്കൽ ആന്റണി ഒരു വീട്ടിൽ കിടക്കുമ്പോൾ കുടുംബനായകൻ താക്കോൽ ദ്വാരത്തിലൂടെ ആന്റണിയെ നോക്കി. ദൈവമാതാവ് ഉണ്ണിയെ ഫാദർ ആന്റണിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനാലത്രേ വിശുദ്ധ ആന്റണിയുടെ ചിത്രം ഉണ്ണീശോയെ കയ്യിൽ പിടിച്ചിരിക്കുന്ന രൂപത്തിൽ വരയ്ക്കുന്നത്. ഫാദർ ആന്റണിയുടെ തപോജീവിതത്തിന്റെ പാരമ്യം ഗ്രഹിക്കാൻ അദ്ദേഹത്തിന്റെ അന്ത്യകാല ചരിത്രം വായിച്ചാൽ മതി. ഒരു വലിയ വാൾനട്ട് മരത്തിൽ അദ്ദേഹം ഏകാന്തതയിൽ കഴിക്കുകയാണ് ചെയ്തത്. ഫാദർ ആന്റണി മരിച്ചപ്പോൾ പാതുവായിലെ കുട്ടികൾ ഞങ്ങളുടെ പിതാവ് വിശുദ്ധ ആന്റണി മരിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റേ വർഷം അദ്ദേഹത്തിന്റെ നാമകരണം റോമിൽ നടന്നപ്പോൾ ലിസ്ബണിലെ മണികൾ താനെ മുഴങ്ങി. ഏതാനും വർഷം കഴിഞ്ഞ് ശവകുടീരം തുറന്നു നോക്കിയപ്പോൾ ഫാദർ അന്തോണിയുടെ നാവ് അഴുകാതിരിക്കുന്നതായി കണ്ടു. വിശുദ്ധ ബെനവൻചർ അത് കയ്യിലെടുത്ത് പറഞ്ഞു, ഭാഗ്യപ്പെട്ടവനെ, നീ എന്തുമാത്രം ദൈവസ്തുതികൾ പാടി. 12-ാം പിയൂസ് അദ്ദേഹത്തെ വേദപാരംഗതനെന്ന് പ്രഖ്യാപിച്ചു. നമുക്കിന്ന ദിവസം ഇങ്ങനെ വിചിന്തനം ചെയ്യാം. ഒന്നും ചോദിക്കാതിരിക്കുക, യാതൊന്നും നിഷേധിക്കാതിരിക്കുക. അതായിരുന്നു വിശുദ്ധ അന്തോണിയുടെ ജീവിത രഹസ്യം. പാതുവായിലെ വിശുദ്ധ അന്തോണി, ലോകത്ത് കാണാതെ പോകുന്ന വസ്തുക്കൾ കണ്ടെടുത്തു തരുവാൻ വേണ്ടി അങ്ങയോടാണല്ലോ എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും അമൂല്യമായ വസ്തുക്കൾ
കാണാതെ പോയ ഒത്തിരി ജനങ്ങൾ ഈ ലോകത്തുണ്ടാകും. അവരെയെല്ലാം ഇന്നേ ദിവസം ഈശോയുടെ തിരുസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായി ഏറ്റവും വിശേഷപ്പെട്ട ഒരു കൊന്ത എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി വിശുദ്ധനായ അന്തോണിയെ പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.